6ാം ക്ലാസ്സിൻ്റെ 2025-26 ക്രിസ്മസ് എക്സാം മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീയാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 72ൻ്റെ പ്രൈം ഫാക്ടേഴ്സാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ മിസ്സിംഗ് ആയിട്ടുള്ളത് എഴുതാനാണ് എ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ. ഇനി ഇതുപോലെ 144 എഴുതുകയാണെങ്കിൽ അതിൽ 2 എത്ര വട്ടം അപ്പിയർ ആവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സി ക്വസ്റ്റ്യൻ. 2 പ്രൈം നമ്പേഴ്സിൻ്റെ സമ്മ് 13 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ പ്രൈം നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡി ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് കറക്റ്റ് എന്ന് ചൂസ് ചെയ്യുക. അതിൻ്റെ ആൻസേഴ്സ് അതല്ലെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട്. അതിൽ എ ക്വസ്റ്റ്യൻ 110ൻ്റെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ 110 എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും. സി ക്വസ്റ്റ്യൻ. എത്ര ഫാക്ടേഴ്സാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചില്ലേ, അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും എഴുതുക. ഡി ക്വസ്റ്റ്യൻ. 30 ആൻസർ. അതിൻ്റെ ആൻസേഴ്സ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സർക്കിളിൻ്റെ പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ബി ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ 5/6 വരിക. ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 5/6 കിട്ടണമെങ്കിൽ ഈ 1/2ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സി ക്വസ്റ്റ്യൻ. 1/4 + 1/8 സർക്കിളിൽ ഷോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഷെയ്ഡ് ചെയ്തിട്ട്. ഡി ക്വസ്റ്റ്യൻ. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യുക. അതിൻ്റെ ആൻസേഴ്സ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ എ ക്വസ്റ്റ്യൻ 100 രൂപയ്ക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടും. ബി ക്വസ്റ്റ്യൻ. 90 രൂപ ഡിസ്കൗണ്ട് റുപ്പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫസ്റ്റത്തെ ആക്ച്വൽ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സി ക്വസ്റ്റ്യൻ. 1560 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് എത്ര രൂപ കൊടുക്കേണ്ടി വരും ഡിസ്കൗണ്ട് കൂട്ടിയിട്ട്. നമ്മൾ ആദ്യം 1560നെ ഡിസ്കൗണ്ട് റുപ്പീസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ഈ 1560 മൈനസ് ചെയ്യുക. ഡി ക്വസ്റ്റ്യൻ. ഓപ്ഷന് സെലക്ട് ചെയ്യുമ്പോൾ ഉത്തരം ബി ആണ് വരിക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതിൻ്റെ ആൻസേഴ്സ് നാലാമത്തെ ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ. 3ൻ്റെ മൾട്ടിപ്പിൾസ് 5 എഴുതുക. ബി ക്വസ്റ്റ്യൻ. സം ഓഫ് ഫസ്റ്റും ഫിഫ്ത്തും അതുപോലെ സെക്കൻഡും ഫോർത്തും കൂട്ടുക, അതിന് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കുക, അത് എന്തുകൊണ്ടാണെന്ന് എഴുതുക. സി ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെയും ഫിഫ്ത്തത്തെയും നമ്പർ സം ചെയ്യുമ്പോൾ മിഡിൽ നമ്പറിലും എന്തൊരു കണക്ഷൻ ഉണ്ട്, അതെന്താന്ന്. ഡി ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി. അതല്ലെങ്കിൽ നാലാമത്തെ ബി ക്വസ്റ്റ്യൻ.
റിമൈൻഡർ കണ്ടുപിടിക്കുക 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ബി ക്വസ്റ്റ്യൻ ഈ നമ്പേഴ്സിൻ്റെ ഒക്കെ ഡിഫറൻസ്, അതായത് മൈനസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 3-ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ എ ക്വസ്റ്റ്യൻ രണ്ടും കൂടിയിട്ട് പ്ലസ് ചെയ്യാം. ബി ക്വസ്റ്റ്യൻ റിമൈനിങ് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ടോട്ടലിൽ നിന്ന് ഈ പ്ലസ് ചെയ്ത ഉത്തരങ്ങൾ മൈനസ് ചെയ്യാം. സി ക്വസ്റ്റ്യൻ ഡെസിമൽ ഫോം എഴുതുക. ഡി ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി.